നോക്കൂ, ഇവിടെ ഒരു 9 കളങ്ങളുണ്ട്. ഈ 9 കളങ്ങൾ എന്ന് പറയുന്നത് ഒരു കലണ്ടറിലെ അടുത്തടുത്ത 9 സംഖ്യകളാണ്. ഇവിടെ തന്ന കണ്ടീഷൻ ഈ കെയും എസും കൂടെ കൂട്ടിയാൽ കെ പ്ലസ് എസ് സമം 32 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ എല്ലിന്റെ വില ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിത് 32 ആക്കാൻ ഒരുപാട് വഴികളൊക്കെ ഉണ്ട്. നമുക്ക് തോന്നിയ മാതിരി 32 ആക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ 1, ഇവിടെ 31, ഇവിടെ 2ഉം 30 ഒന്നും എഴുതുമ്പോൾ നമുക്ക് കലണ്ടറിലെ സംഖ്യകളായി മാറില്ല. അപ്പൊ നമ്മൾക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ എസിൽ നിന്ന് കെ കുറച്ചാൽ, ഇങ്ങനെ അടുത്തടുത്ത് എഴുതുന്ന ഏത് 9 സംഖ്യകളിലും എസിൽ നിന്ന് കെ കുറച്ചാൽ കിട്ടുന്നത് 16 ആയിരിക്കും. അത് ഏത് സംഖ്യക്കും അങ്ങനെയാണുള്ളത്. ഒരു കലണ്ടറിലെ നിങ്ങൾ ഏത് കളവ് എടുത്തോളൂ, 9 കളങ്ങൾ എടുത്താൽ ഒന്നാമത്തെയും ആ 9ാമത്തെയും സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 16 ആയിരിക്കും. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 32, അതേ 2 സംഖ്യകൾ കുറച്ചാൽ 16. അങ്ങനെയെങ്കിൽ സംഖ്യകൾ ഏത് എന്ന് ചോദിക്കുമ്പോൾ ഇതിനൊരു എളുപ്പവഴിയുണ്ട്. അതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത്, വലിയ സംഖ്യ കാണാൻ 32 പ്ലസ് 16 ബൈ 2 ചെയ്താൽ മതി. 32 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 48. 48 ബൈ 2 എന്ന് പറയുമ്പോൾ 24 ആയിരിക്കും വലിയ സംഖ്യ. അങ്ങനെ അതിലെ ചെറിയ സംഖ്യ ഏതായിരിക്കും? ചെറിയ സംഖ്യ 2 വിധത്തിൽ കാണാം. ഇപ്പൊ ഇവിടെ 44, 24 കൊടുത്താലും മതി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചെറിയ സംഖ്യയാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ അവിടെ ചെയ്യേണ്ടത് 32 മൈനസ് 16 ബൈ 2 ആണ്. എന്ന് പറഞ്ഞാൽ 16 ബൈ 2 സമം എത്ര കിട്ടും? 8 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയായിരുന്നു? 24ഉം 8ഉം ആയിരിക്കും ആ സംഖ്യകൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വലിയ സംഖ്യ എവിടെ വരിക? കെ ആയിരിക്കുമോ എസ് ആയിരിക്കുമോ? സ്വാഭാവികമായും ഇവിടെ ആയിരിക്കുമല്ലോ ചെറിയ സംഖ്യ വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടിയ ചെറിയ സംഖ്യ ഇത് 8ഉം ഇവിടെ കിട്ടുന്ന ഈ സംഖ്യ എന്തായിരിക്കും? 24ഉം ആയിരിക്കും. നോക്കൂ, 24ഉം 8ഉം 32 ആണ്. 24ൽ നിന്ന് 8 പോയാൽ 16ഉമാണ്. അപ്പൊ ഇത് 8 ആണെങ്കിൽ ഈ സംഖ്യയാണല്ലോ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എന്തായിരിക്കും? 9 ആയിരിക്കും. എൽ എന്ന് പറയുന്നത് 9 എന്ന സംഖ്യ ആയിരിക്കും. അതായത് ഇത് 8, 9, 10. പിന്നെ ഈ സംഖ്യ എങ്ങനെയാ നമുക്കറിയാലോ. 7 കൂട്ടി എഴുതിയാൽ മതി. എല്ലാ ഉത്തരങ്ങളും നമ്മളോട് ചോദിച്ചിട്ടില്ല, എല്ല് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 ആയിരിക്കും.